നമസ്കാരം. സകലമാന വാർത്തകളുടെ അരമണിക്കൂർ ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഗുരുവായൂരിൽ ഇനി ഉത്സവ നാളുകൾ. ആനയോട്ടം ഉച്ച കഴിഞ്ഞ് 3-ന് 10 ഗജവീരന്മാർ പങ്കെടുക്കും. ഉത്സവത്തിന് വൈകിട്ട് കൊടിയേറും. കൊക്കോ വില ഉയർന്നു. കർഷകർക്ക് പ്രതീക്ഷയുടെ നാളുകൾ. വില കൂടിയത് ഇറക്കുമതി കുറഞ്ഞപ്പോൾ. കണ്ണൂരിലെ തരിശുപാടങ്ങളിൽ 100 മേനിക്കൊയ്ത്ത്. നാടിന് മാതൃകയായി മുല്ലക്കൊടി സഹകരണ ബാങ്കിന്റെ കൃഷി. നെല്ല് വിതച്ച് കൊയ്ത്തത് 400 ഏക്കർ. വിശ്വാസികൾക്ക് പുണ്യം പകർന്ന് ഗുളികരാജൻ തെയ്യം. സവിശേഷമായ തെയ്യം കെട്ടിയാടിയത് കാസർഗോഡ് വലിയ പറമ്പയിൽ. കോവിൽമലയിൽ ഗോത്രത്തലയിൽ കാലാനുസരിച്ച്. നമ്മൾ ആദ്യം പോകുന്നത് ഗുരുവായൂരിലേക്കാണ്. അവിടെ ഉത്സവ നാളുകളാണ് ഇനി. പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്ര മഹോത്സവത്തിന് മുന്നോടിയായുള്ള ആനയൂട്ട് ഇന്ന് വൈകിട്ട് 3 മണിക്ക് നടക്കും. 10 ഗജവീരന്മാർ പങ്കെടുക്കും. ഇതിൽ തെരഞ്ഞെടുത്ത 3 ആനകളാണ് ഓടുക. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ച് ആനയോട്ടം ഇന്ന് വൈകിട്ട് 3 മണിയോടെ ആരംഭിക്കുന്ന ആനയോട്ടത്തിൽ 10 ആനകൾ പങ്കെടുക്കും. ഇതിൽ തിരഞ്ഞെടുത്ത 3 ആനകളാണ് ഓടുക. മഞ്ജുളാൽ തറയിൽ നിന്ന് ക്ഷേത്രത്തിലേക്കാണ് ആനകൾ ഓടുന്നത്. ആദ്യം ഓടി ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി കൊടിമരം തൊടുന്ന ആനയാണ് ഒന്നാമൻ. ആനയോട്ടം കഴിഞ്ഞ് വൈകിട്ട് കൊടിയേറുന്നതോടെ 10 ദിവസം നീളുന്ന ഉത്സവത്തിന് തുടക്കമാകും. ആനയോട്ടത്തിന് ഭക്തരെ നിയന്ത്രിക്കാനായി റോഡിന് ഇരുവശവും ബാരിക്കേഡ് കെട്ടിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകൾ ഇല്ലാതിരുന്ന കാലത്ത് കൊടിയേറ്റ ദിവസം ഉച്ചകഴിഞ്ഞ് ആനകൾ കൂട്ടത്തോടെ ഓടിയെത്തിയെന്ന ഐതിഹ്യത്തിൻ്റെ ഭാഗമായാണ് ആനയോട്ടം നടത്തുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് വലിയ സംവിധാനങ്ങൾ ദേവസ്വം ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഉത്സവ ദിവസങ്ങളിലെത്തുന്നവർക്കും ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്നവർക്കും ഭക്ഷണം നൽകും. ഭക്തരെ നിയന്ത്രിക്കാൻ വൻ പോലീസ് സന്നാഹവും ദേവസ്വം സെക്യൂരിറ്റി വിഭാഗവും രംഗത്തുണ്ട്. ആനയോട്ടത്തോടെ ക്ഷേത്രവും പരിസരവും ഇന്നു മുതൽ ഉത്സവ ലഹരിയിലാകും. ന്യൂസ് 18 ഗുരുവായൂർ. ഇനിയൊരു നല്ല മാതൃകയുടെ കാഴ്ചയിലേക്കാണ്. കണ്ണൂർ മുല്ലക്കൊടി കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ ഊർവരം മാതൃകയാക്കേണ്ട വിജയഗാഥയാണ്. ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലുള്ള 400 ഏക്കർ തരിശു നിലത്തിൽ 100 മേനിയാണ് വിളവ്. സഹകരണ പ്രസ്ഥാനത്തിന്റെ കാർഷിക മേഖലയിൽ എങ്ങനെ ഇടപെടാൻ കഴിയുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് മുല്ലക്കൊടി കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ കാർഷിക നേട്ടങ്ങൾ. മണ്ണിനെ അറിയാം, വിത്തെറിയാം. ഈ വാക്കുകൾ യാഥാർത്ഥ്യമാക്കുകയാണ് മുല്ലക്കൊടി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ലിമിറ്റഡ്. ബാങ്കിന്റെ പ്രവർത്തന പരിധിക്കുള്ളിൽ തരിശായി കിടന്ന നെൽകൃഷിക്ക് അനുയോജ്യമായ മുഴുവൻ വയലുകളും ഏറ്റെടുത്തുള്ള കൃഷി വൻ ഹിറ്റാണ്. ഒക്ടോബറിലാണ് ഊർവരം പദ്ധതിക്ക് വിത്തെറിഞ്ഞത്. ഇതിൻ്റെ ഒപ്പം തന്നെ അടുത്ത കൊല്ലം, അതായത് വിളവെടുക്കുമ്പോഴേക്ക് എത്ര വിളവുണ്ടാവുമെന്ന് കണ്ട് ആ വിളവ് മുഴുവൻ അപ്പം തന്നെ വിറ്റഴിക്കാൻ സാധിക്കാതെ ഉൾപ്പെടെ ഉണ്ടാവും. അതെല്ലാം സൂക്ഷിച്ച് കലവറയിൽ വെക്കാൻ സാധിക്കുന്ന ഫലപ്രദമായ ശീതീകരിച്ച സംവിധാനം വേണം. അടുത്ത കൃഷിയാകുമ്പോഴേക്ക് നിങ്ങൾക്ക് എത്ര സാധനം നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നോ അത്രയും സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാനുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ചെറിയ വിലക്ക് വിൽക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ നമുക്ക് തന്നെ പൂർണ്ണമായിട്ടും സംസ്കരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് മാർക്കറ്റിൽ കൊണ്ടുകൊടുക്കാൻ കഴിയും. 4 പഞ്ചായത്തുകളിലെ 250 ഏക്കർ സ്ഥലം ബാങ്ക് നേരിട്ടും 150 ഏക്കർ സ്ഥലത്ത് കൃഷിക്കാരുടെ ഗ്രൂപ്പുകൾ മുഖേനയും ഇറക്കിയ നെൽകൃഷിയിൽ 100 മേനിയാണ് വിളവ്. കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിലെ കൊളച്ചേരി പാടശേഖരം, പെരുമാച്ചേരി പാടശേഖരം, കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പഴശ്ശി പാടശേഖരം, മയ്യിൽ ഗ്രാമപഞ്ചായത്തിലെ പൊയ്യൂർ പാടശേഖരം, ഇവിടെയെല്ലാം സഹകരണ കാർഷിക വിജയത്തിന്റെ ഹരിതാഭയാണിപ്പോൾ. ഉൽപ്പാദിപ്പിച്ച നെല്ല് സംഭരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിതരണം ചെയ്തു തുടങ്ങി. 2ാം വിളയായി ചെറുധാന്യ കൃഷി, ഉഴുന്നും പയറും. നാം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ വമ്പിച്ച വിജയത്തിലേക്കാണ് ഈ കാർഷിക പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ 4 പഞ്ചായത്തുകളിലും പച്ചക്കറി വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്.
സർക്കാരിന്റെ സംയോജിത കൃഷി വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം ചേർന്നാണ് മുല്ലക്കൊടി ബാങ്കും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കർഷകരെ ആകെ വിളിച്ചു ചേർത്ത് താല്പര്യമുള്ളവർക്ക് വളരെ കുറഞ്ഞ നിരക്കിലുള്ള പലിശക്ക് കടം കൊടുത്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചുള്ളത്. ആ മേഖലയിലുള്ള യുവാക്കൾ, ഗ്രൂപ്പുകൾ, വനിതകൾ ഇവരെല്ലാം നമ്മെ സമീപിക്കുകയും അവർക്ക് അതിനുള്ള നിർദ്ദേശം നൽകുകയും സൗജന്യമായി തന്നെ, ഏതാണ്ട് സൗജന്യമായി തന്നെ അവർക്ക് വായ്പ നൽകുന്നതിന് വേണ്ടിയും നാം ഇപ്പോൾ സന്നദ്ധമാവുകയാണ്. കർഷകർക്ക് സൗജന്യമായും വളരെ കുറഞ്ഞ നിരക്കിലും വായ്പ നൽകി വിഷരഹിത പച്ചക്കറി കൃഷി പ്രോത്സാഹനമാണ് വിജയത്തിന്റെ മറ്റൊരധ്യായം. കൃഷിക്ക് ശേഷം പച്ചക്കറി സംഭരിച്ച് ഔട്ട്ലെറ്റുകളിലൂടെ വിതരണം ചെയ്യും. കുട്ടികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുകയെന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന കുട്ടികൾക്കൊരു പച്ചക്കറിത്തോട്ടമാണ് മുല്ലക്കൊടി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ലിമിറ്റഡിന്റെ മറ്റൊരു പദ്ധതി. കുട്ടികൾക്ക് ചട്ടിയിൽ പച്ചക്കറി തൈകൾ നട്ട് വിതരണം ചെയ്യും. വിളവെടുക്കുമ്പോൾ വിദ്യാലയങ്ങളിലെ തന്നെ ഉച്ചഭക്ഷണത്തിനായി ഉപയോഗിക്കും. സഹകരണ തട്ടിപ്പ് വാർത്തകൾ പതിവാകുന്ന കാലത്ത് ഒരുമയുടെ വ്യത്യസ്തമായ വിജയാധ്യായമാണ് കണ്ണൂർ മുല്ലക്കൊടി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റേത്. ന്യൂസ് 18 കണ്ണൂർ. കൊക്കോ കർഷകർക്ക് ഇനി ആശ്വസിക്കാം. കർഷകർക്ക് പ്രതീക്ഷയേകി കൊക്കോയുടെ വില ഉയർന്നിരിക്കുകയാണ്. ഉണങ്ങിയ കൊക്കോ കുരുവിന് കിലോയ്ക്ക് 400 രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ വില. ഉൽപാദനവും ഇറക്കുമതിയും ഗണ്യമായി കുറഞ്ഞതാണ് വില ഉയരാൻ കാരണം. വർഷങ്ങൾക്ക് ശേഷമാണ് കർഷകർക്ക് ഗുണകരമായ രീതിയിൽ കൊക്കോയ്ക്ക് ഉയർന്ന വില ലഭിക്കുന്നത്. 1 കിലോ പച്ചക്കുരുവിന് 150 രൂപ വരെയാണ് ഇപ്പോൾ വില. ഇടുക്കിയിലെ ഹൈറേഞ്ചിൽ 1980കളിലാണ് കൊക്കോ കൃഷി വ്യാപകമായത്. ചോക്ലേറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങളിൽ ഇടം പിടിച്ചതോടെ കൊക്കോയ്ക്ക് നല്ല വിലയും ലഭിച്ചു. എന്നാൽ ഇറക്കുമതി കൂടിയതോടെ വിലയിടിഞ്ഞു. ഭൂരിഭാഗം പേരും കൊക്കോ കൂട്ടത്തോടെ വെട്ടിമാറ്റി മറ്റ് കൃഷികൾ തുടങ്ങി. കാലാവസ്ഥാനുകൂലമാണെങ്കിൽ വർഷത്തിൽ 3 തവണ വരെ കൊക്കോ വിളവെടുപ്പ് നടത്താം. കുറഞ്ഞ പരിപാലന ചെലവാണ് ഈ കൃഷിയുടെ പ്രധാന ആകർഷണം. ഭേദപ്പെട്ട വില കിട്ടാൻ തുടങ്ങിയതോടെ ഹൈറേഞ്ചിലെ തോട്ടങ്ങളിൽ തനിവിളയായും ഇടവിളയായും കർഷകർ വ്യാപകമായി കൊക്കോ കൃഷി തുടങ്ങി. അഴുകൽ രോഗവും മഞ്ഞളിപ്പും ഈ കൃഷിക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട്. എലി, അണ്ണാൻ, മരപ്പെട്ടി തുടങ്ങിയവ കായകൾ തിന്നു നശിപ്പിക്കുന്നതും വ്യാപകമാണ്. ഉൽപാദനം കുറഞ്ഞതിനാൽ വരും വർഷങ്ങളിലും ഉയർന്ന വില കിട്ടുമെന്നാണ് വിപണിയിൽ നിന്നുള്ള സൂചന. ഇത് കർഷകർക്ക് ഏറെ ആശ്വാസം പകരും. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി മൂന്നാറിന്റെ തോട്ടം മേഖലയിൽ 47 വർഷമായി പ്രവർത്തിക്കുന്ന ലക്ഷ്മി പാലുൽപാദക സഹകരണ സംഘത്തിന് ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ്. നോൺ ആപ്കോസ് വിഭാഗത്തിലാണ് 1 ലക്ഷം രൂപയുടെ അവാർഡ് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ പാൽ സംഭരിച്ച നോൺ ആപ്കോസ് സംഘത്തിനുള്ള അവാർഡും ലക്ഷ്മിക്കാണ്. അവാർഡ് നേട്ടത്തിന്റെ സന്തോഷത്തിലാണ് ഇടുക്കി മൂന്നാറിലെ ലക്ഷ്മി പാലുൽപാദക സഹകരണ സംഘം. തോട്ടം മേഖലയിൽ നടത്തിയ വിവിധ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡാണ് കരസ്ഥമാക്കിയത്. ഇടുക്കി പഴയ മൂന്നാർ മൂലക്കടയിലാണ് ലക്ഷ്മി ക്ഷീരസംഘത്തിന്റെ കേന്ദ്രം. 1977ലാണ് തോട്ടം മേഖലയിലെ ക്ഷീര കർഷകരെ സഹായിക്കുന്നതിനായി സംഘം പ്രവർത്തനം ആരംഭിച്ചത്. വിവിധ എസ്റ്റേറ്റുകളിൽ നിന്നുള്ള 664 ക്ഷീര കർഷകരിൽ നിന്ന് 2 നേരങ്ങളിലായി 5000 ലിറ്റർ പാലാണ് ദിവസവും ശേഖരിക്കുന്നത്. ഇതിൽ 3500 ലിറ്റർ മിൽമയ്ക്കും 1500 ലിറ്റർ പ്രദേശവാസികൾക്കുമാണ് വിൽക്കുന്നത്. அன்று முதல் இன்று வரை எங்கள் சங்கத்திற்கு பாலடைந்த கர்ஷகர்களுக்கும் சங்கத்தின் மூலமாக பால்களை வாங்கி சங்கத்திற்கு பேரோ ஆதரவு கொடுத்த பொதுமக்களுக்கும் ഒരു നന്ദിയെ சொல்ல കടമപ്പെട്ടിരിക്കുന്നു. പാലിന്റെ നിലവാരമനുസരിച്ചുള്ള വിലയ്ക്ക് പുറമെ കർഷകർക്ക് ഓരോ ലിറ്റർ പാലിനും 50 പൈസ വീതം ബോണസായി നൽകും. കൂടാതെ കർഷകർക്ക് ആവശ്യമുള്ള കാലിത്തീറ്റ വീടുകളിൽ എത്തിച്ചു നൽകുന്നുമുണ്ട്. ക്ഷീരകർഷകരുടെ വീടുകളിലെ അംഗങ്ങൾ മരിച്ചാൽ 2000 രൂപ വീതം ധനസഹായവും നൽകും. 20 ജീവനക്കാരാണ് സംഘത്തിൽ ജോലി ചെയ്യുന്നത്. പുലർച്ചെ 5 മുതൽ രാത്രി 10:30 വരെയാണ് പ്രവർത്തനം. നോൺ ആപ്കോസ് വിഭാഗത്തിലാണ് 1 ലക്ഷം രൂപയുടെ അവാർഡ് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ പാൽ സംഭരിച്ച നോൺ ആപ്കോസ് സംഘത്തിനുള്ള അവാർഡും ലക്ഷ്മിക്കാണ്. പ്രസിഡന്റ് ഐ ഗുരുസ്വാമി, സെക്രട്ടറി പി വിജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘത്തിന്റെ പ്രവർത്തനം. ന്യൂസ് 18 മൂന്നാർ. മലബാറിലെ വ്യത്യസ്തമായ ഒരു തെയ്യ കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കാസർഗോഡ് വലിയ പറമ്പ മാടക്കാലിൽ അപൂർവമായ ഗുളികരാജൻ തെയ്യം കെട്ടിയാടി. ഏറെ പ്രത്യേകതകളുള്ള തെയ്യത്തെ തൊഴുത് അനുഗ്രഹം വാങ്ങാൻ അനവധി വിശ്വാസികളാണ് ക്ഷേത്രത്തിൽ എത്തിയത്.
മാടക്കാൽ ശ്രീ ഗുളികരാജൻ ദേവസ്ഥാനത്താണ് തെയ്യം കെട്ടിയാടിയത്. 101 ഗുളികന്മാരിൽ പ്രധാനപ്പെട്ടതാണ് ഗുളികരാജൻ തെയ്യം. ഉത്തര കേരളത്തിലെ ഒട്ടുമിക്ക കാവുകളിലും ദേവസ്ഥാനങ്ങളിലും ആരാധിച്ചു വരുന്നുണ്ടെങ്കിലും ഗുളികരാജൻ തെയ്യം അപൂർവമാണ്. വലിയ മുടിയും പൊയ്ക്കാലുകളുമാണ് ഗുളികരാജൻ തെയ്യത്തിന്റെ പ്രത്യേകത. മഹാദേവന്റെ ഇടത്തെ തൃക്കാൽ പെരുവിരൽ പൊട്ടിപ്പിളർന്നുണ്ടായ അനധകാരിയും ക്ഷിപ്രപ്രസാദിയുമായ ദേവനാണ് ഗുളികൻ എന്നാണ് വിശ്വാസം. ജനനമരണകാരകനായും അന്തകനായുമാണ് ഗുളികനെ സങ്കല്പിച്ചു വരുന്നത്. കാലന്റെ അസാന്നിധ്യത്തിൽ ജനനമരണങ്ങൾക്ക് നിയന്ത്രണം ഇല്ലാതായപ്പോൾ കാലന്റെ പ്രവൃത്തി ഏറ്റെടുക്കാൻ നിയോഗിക്കപ്പെട്ടുവെന്നും വിശ്വസിക്കുന്നു. മന്ത്രമൂർത്തികളിൽ പ്രധാനിയായ ഗുളികന് മാന്ത്രിക കർമ്മങ്ങളിലെല്ലാം സവിശേഷ സ്ഥാനം ഉണ്ട്. എല്ലായിടത്തും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഗുളികന്റെ നോട്ടമോ സഞ്ചാരമോ എത്താത്ത സ്ഥലങ്ങൾ ഇല്ലെന്നുമാണ് സങ്കല്പം. കാലമില്ലാത്തൊരു കാലം വന്നു, ജനനമുണ്ടാകും മരണമില്ലാതിരിക്കുന്ന അവസ്ഥ വന്നു, ഭൂമിയിലേക്ക് മാനസികാതെ വന്നു. ന്യൂസ് 18 വലിയ പറമ്പ. കോഴിക്കോട് മുക്കം മണാശ്ശേരി ശ്രീ മേച്ചേരി ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ഭാഗമായി വരവാഘോഷം നടന്നു. വെസ്റ്റ് മണാശ്ശേരിയിൽ നിന്നും ആരംഭിച്ച വരവാഘോഷം ക്ഷേത്രത്തിൽ സമാപിച്ചു. പഞ്ചവാദ്യങ്ങളുടെയും താളപ്പൊലികളുടെയും അകമ്പടിയോടുകൂടി നടന്ന ആഘോഷത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായുള്ള മെയിൻ റോഡിലൂടെയാണ് വരവാഘോഷം. മന്നാൻ വിഭാഗത്തിന്റെ പൈതൃക ആഘോഷത്തിലേക്കാണ്, ആ കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ആദിവാസി ഗോത്ര സംസ്കൃതിയുടെ സ്മരണയുയർത്തി ഇടുക്കിയിൽ കാലാവൂട്ട് മഹോത്സവം നടന്നു. ആദിവാസി മന്നാൻ സമുദായത്തിന്റെ രാജസന്നിധിയായ കോവിൽമലയിലാണ് വിളവെടുപ്പ് ഉത്സവമായ കാലാവൂട്ടും പാരമ്പര്യ കൂത്തും അരങ്ങേറിയത്. ഇടുക്കി കോവിൽമല മുത്തിയമ്മ ദേവി ക്ഷേത്രത്തിലെ നിർമാല്യ ദർശനത്തോടെയാണ് കാലാവൂട്ടിന് തുടക്കം കുറിച്ചത്. ഇടുക്കിയിൽ നിന്നും സമീപ ജില്ലകളിലെ മന്നാൻ സമുദായത്തിലെ 46 ഊരുകളിൽ നിന്നും ആളുകൾ ചടങ്ങിനെത്തി. വിളവെടുപ്പ് ഉത്സവമായും മരിച്ചവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയുമാണ് കാലാവൂട്ടും കൂത്തും നടത്തുന്നത്. മലദൈവങ്ങളെ സാക്ഷി നിർത്തിയുള്ള കോവിലൻ പാട്ട് കൂത്തിൽ അവതരിപ്പിച്ചു. പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടിയാണ് കൂത്താടുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള ആദിവാസി രാജവംശങ്ങളിലൊന്നാണ് മന്നാൻ ആദിവാസി സമുദായം. ഇടുക്കിയിലെ കോവിൽമലയാണ് മന്നാൻ ആദിവാസി രാജാവിന്റെ ആസ്ഥാനം. തനത് ആചാരങ്ങളും വ്യത്യസ്ത അനുഷ്ഠാനങ്ങളും നിരവധി പാരമ്പര്യ കലകളും ഉള്ളവരാണ് മന്നാൻ സമുദായം. കാലാവൂട്ട് ദിനം കേരളത്തിലെ മുഴുവൻ മന്നാൻ ആദിവാസി ഊരുകളിൽ നിന്നുള്ളവർ രാജാവായ രാമൻ രാജമന്നാന്റെ സന്നിധിയിലെത്തും. മന്നാൻ സമുദായത്തിന്റെ തനത് മഹോത്സവമാണ് കാലാവൂട്ട് മഹോത്സവം. അതിനോടനുബന്ധിച്ചുള്ള കൂത്തുപാട്ട് എന്ന് പറയുന്ന ഞങ്ങളുടെ തനത് കലാരൂപവും അവതരിപ്പിക്കുകയാണ്. എല്ലാ വർഷവും നമ്മുടെ മന്നാർ സമുദായത്തിലുള്ള ആളുകൾ താമസിക്കുന്ന എല്ലാ ഊരിലും മകരം കുംഭമാസങ്ങളിലായിട്ട് ഇതുപോലെയുള്ള കാലാവൂട്ട് മഹോത്സവം നടക്കും. അതിൽ
കോവിൽമലയിൽ നടക്കുന്നതാണ് വളരെ പ്രാധാന്യമായ മഹോത്സവം. ഇതിൻ്റെ പ്രത്യേകത നിരവധി ഊരിലുള്ള ആളുകൾ ഇവിടെ വന്ന് എത്തിച്ചേർന്ന് ദേവിയെ ദർശിക്കുകയും അതോടൊപ്പം തന്നെ നേർച്ചകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയെല്ലാം നടത്തി കൂത്തുപാട്ട് അവതരിപ്പിച്ച് സന്തോഷമായി പിരിയുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം. സൂര്യൻ അസ്തമിക്കാറാകുമ്പോൾ തുടങ്ങുന്ന കൂത്ത് പുലർച്ചെ വരെ നീണ്ടു നിൽക്കും. 7 ദിനരാത്രങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ അവസാന ദിനമാണ് കാലാവൂട്ട് മഹോത്സവം നടക്കുക. മരിച്ചവരുടെ ഓർമ്മയ്ക്കായി ആഘോഷ ദിവസങ്ങളിൽ അവരുടെ കുടികളിൽ പായ വിരിച്ച് അതിൽ വെള്ളത്തുണിയിടും. ഇതിന് തൊട്ടടുത്തായി വെള്ളം നിറച്ച ചെറിയ മൺകലം വെക്കും. ഈ 7 ദിവസവും വൈകിട്ട് മരിച്ചവരുടെ ഓർമ്മയ്ക്കായി മൺകലം അവരുടെ കല്ലറയിൽ വെച്ച് വെള്ളം ഒഴുക്കിവിടും. നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതോടൊപ്പമുണ്ട്. കോവിൽമലയിൽ കൂത്ത് കാണാനും ഇവരുടെ ജീവിതം പഠന വിഷയമാക്കാനും നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട്. മന്നാൻ സമുദായത്തിന്റെ സംസ്കാരം നിലനിർത്താനാണ് വർഷം തോറും കാലാവൂട്ട് മഹോത്സവം സംഘടിപ്പിക്കുന്നത്. ആദിവാസി രാജാവിനെയും അതിഥികളെയും വേദിയിലിരുത്തിയാണ് കൂത്ത് അവതരിപ്പിക്കുക. ന്യൂസ് 18 ഇടുക്കി. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ നോക്കാം. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ യൂത്ത് ഐക്കൺ അവാർഡ് 2023-24 അപേക്ഷ ക്ഷണിച്ചു. കല, സാംസ്കാരികം, സാഹിത്യം, കായികം, കൃഷി, സാമൂഹ്യ സേവനം, വ്യവസായം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ ഉന്നത നേട്ടം കൈവരിച്ച യുവജനങ്ങളെയാണ് അവാർഡിനായി പരിഗണിക്കുന്നത്. അപേക്ഷകൾ official.ksyc@gmail.com എന്ന മെയിൽ ഐഡിയിൽ സമർപ്പിക്കുക. കമ്മീഷന്റെ വികാസ് ഭവനിലുള്ള ഓഫീസിൽ നേരിട്ടും സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 27. പത്തനംതിട്ട നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിന്റെ 9ാം വാർഡായ കടമനിട്ടയിൽ ഉപതെരഞ്ഞെടുപ്പ് നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ആലപ്പുഴ ഹരിപ്പാട് ചേപ്പാട് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള ലെവൽ ക്രോസ് നമ്പർ 131 ഇന്ന് രാവിലെ 8 മുതൽ 24 വൈകുന്നേരം 6 വരെ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടും. വാഹനങ്ങൾ ലെവൽ ക്രോസ് നമ്പർ 128 അല്ലെങ്കിൽ 132 വഴി പോകണം. ആലപ്പുഴ കെൽട്രോണിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ, ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകളിൽ സീറ്റ് ഒഴിവ്. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി അടുത്തുള്ള കെൽട്രോൺ സെന്ററിൽ എത്തണം. ആലപ്പുഴ കുട്ടനാട് താലൂക്ക് സപ്ലൈ ഓഫീസിലെ ഉപയോഗയോഗ്യമായ പഴയ ഫർണിച്ചറുകൾ ഫെബ്രുവരി 28 ഉച്ചയ്ക്ക് 2 ലേലം ചെയ്യും. ലേലത്തിനുള്ള കൊട്ടേഷനുകൾ ഫെബ്രുവരി 28 ഉച്ചയ്ക്ക് 12 വരെ സ്വീകരിക്കും. താൽപര്യമുള്ളവർക്ക് താലൂക്ക് സപ്ലൈ ഓഫീസറുടെ അനുമതിയോടെ ഫർണിച്ചറുകൾ പരിശോധിക്കാം. പത്തനംതിട്ട കോഴഞ്ചേരി ഫിഷറീസ് കോംപ്ലക്സിൽ വളർത്തു മത്സ്യക്കുഞ്ഞുങ്ങളെയും അലങ്കാര ഇനം മത്സ്യക്കുഞ്ഞുങ്ങളെയും വിതരണം ചെയ്യും. ഫെബ്രുവരി 24 രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെയാണ് വിതരണം. മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് സർക്കാർ നിശ്ചയിച്ച വിലയാണ് ഈടാക്കുക. വിദ്യാഭ്യാസ വകുപ്പിൽ LP സ്കൂൾ ടീച്ചർ തസ്തികയുടെ ഇന്റർവ്യൂ ഫെബ്രുവരി 21, 23, 28, 29 തീയതികളിൽ ജില്ലാ PSC ഓഫീസിൽ നടത്തും. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, തിരിച്ചറിയൽ രേഖ എന്നിവ ഹാജരാക്കണം. കൊല്ലം ജൽജീവൻ മിഷനിൽ താൽക്കാലിക ഗ്രാഫിക്സ് ഡിസൈനർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യതയുള്ളവർ ബയോഡേറ്റ dpmu.kollam@gmail.com എന്ന മെയിലിൽ ഫെബ്രുവരി 28 സമർപ്പിക്കണം. മൂന്ന് ദിവസം നീണ്ടുനിന്ന കോഴിക്കോട് മുക്കം ഫിലിം ഫെസ്റ്റിവൽ ഇന്ന് അവസാനിക്കും. വിവിധ ഭാഷകളിലായി 17ഓളം സിനിമകൾ പ്രദർശിപ്പിച്ചു. ഫെബ്രുവരി 19, 20, 21 ദിവസങ്ങളിലായി മുക്കം നഗരസഭ സംഘടിപ്പിച്ച ത്രിദിന ഫിലിം ഫെസ്റ്റിവൽ ഇന്ന് അവസാനിക്കും. ഫർഹ എന്ന പലസ്തീനിയൻ സിനിമ പ്രദർശിപ്പിച്ചാണ് ഫിലിം ഫെസ്റ്റിന് തുടക്കം കുറിച്ചത്. ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമായി 17ഓളം സിനിമകളാണ് 3 ദിവസങ്ങളിലായി പ്രദർശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം മുക്കം PC തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഏറ്റവും കൂടുതൽ ആസ്വാദകരുള്ള ഒരു മേഖലയെ ഒരു നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ എല്ലാ സാധ്യതകളും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഭാഗമായി മുക്കം മുനിസിപ്പാലിറ്റി ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി അവരുടെ പദ്ധതിയിൽ തന്നെ ഒരു ഫിലിം ഫെസ്റ്റിവൽ ഉൾപ്പെടുത്തുകയും അതിനുവേണ്ടി പണം നീക്കിവെക്കുകയും മനോഹരമായ നിലയിൽ അത് ആദ്യഘട്ടത്തിൽ സംഘടിപ്പിക്കുകയും ചെയ്തു.
കാതൽ എന്ന മമ്മൂട്ടി ചിത്രമാണ് ഉദ്ഘാടന സിനിമയായി പ്രദർശിപ്പിച്ചത്. മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാതൽ സിനിമയിലെ അഭിനേതാവ് സുധി കോഴിക്കോട് മുഖ്യാതിഥിയായി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി, സത്യനാരായണൻ, വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 മുക്കം. ഇടുക്കി തൂക്കുപാലത്ത് കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. ഓട്ടോറിക്ഷ ഡ്രൈവർ തൂക്കുപാലം പ്രകാശ് ഗ്രാം സ്വദേശി ബിജുവിനാണ് പരിക്കേറ്റത്. അമിത വേഗതയിലെത്തിയ കാറിൽ ഇടിക്കാതിരിക്കാനായി വെട്ടിച്ച ഓട്ടോ മെറ്റലിൽ കയറി കാറിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ബിജുവിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. LICയുടെ പുതിയ പദ്ധതിയായ അമൃത് ബാൽ പോളിസി കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ഡോക്ടർ വിവേക് ജോഷി അവതരിപ്പിച്ചു. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ധനലഭ്യത ഉറപ്പാക്കുന്ന വ്യക്തിഗത സമ്പാദ്യ പരിരക്ഷാ പദ്ധതിയാണിത്. 30 ദിവസം മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചേരാം. നിബന്ധനകൾക്ക് വിധേയമായി പോളിസി വായ്പ ലഭ്യമാണ്. വഴിയില്ലാത്തതിനെ തുടർന്ന് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡ് നിവാസികൾ വലിയ ദുരിതത്തിലാണ്. റെയിൽവേ ഗേറ്റ് അടച്ചിട്ട ഇവിടെ നടവഴി കൂടി അടച്ചിട്ടതോടെയാണ് ഇരുഭാഗത്തുമുള്ളവരുടെയും യാത്രാ ദുരിതം കൂടിയത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡ് നിവാസികൾ കടുത്ത യാത്രാ ദുരിതം അനുഭവിക്കുകയാണ്. പാളത്തിന് ഇരുവശത്തുമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാകാതെ വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത്. നേരത്തെ റെയിൽവേ ഗേറ്റ് അടച്ചിട്ട ഇവിടെ വഴി കൂടി അടച്ചതാണ് ദുരിതം ഇരട്ടിയാക്കിയത്. നൂറുകണക്കിന് വീടുകളും ആരാധനാലയങ്ങളുമുള്ള പ്രദേശത്ത് 1907 റെയിൽവേ ലൈനുകൾ നിർമ്മിച്ചപ്പോൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ ഗേറ്റുണ്ടായിരുന്നു. റെയിൽവേ പാത ഇരട്ടിപ്പിച്ചതിന് ശേഷവും ഈ പ്രദേശത്ത് വാഹനങ്ങൾ സഞ്ചരിക്കാൻ ഗേറ്റുകൾ തുറന്നു പ്രവർത്തിച്ചിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് ഗേറ്റ് അടച്ചിട്ടത്. വെങ്കിട്ടരമണ ക്ഷേത്രത്തിലേക്കും ഖിളർ ജുമാ മസ്ജിദിലേക്കും സ്കൂൾ, മദ്രസ, ഹോസ്പിറ്റൽ, ടൗൺ എന്നിവിടങ്ങളിലേക്കും മരിച്ചവരെ ശ്മശാനങ്ങളിലേക്കും പള്ളിയിലേക്കും കൊണ്ടുപോകാനും ഉപയോഗിച്ചിരുന്ന വഴി ദിവസങ്ങൾക്ക് മുൻപാണ് അടച്ചിട്ടത്. ഇതുകാരണം യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ്. ഏകദേശം 500ഓളം വർഷം പഴക്കമുള്ള ഒരു വരിയാണ്, നടന്നു പോകുന്ന ഒരു വരിയാണ് ഇവിടെ അടിച്ചു പൂട്ടപ്പെട്ടത്. നേരത്തെ കസ്റ്റംസ് ഓഫീസ്, DUSP, CI തുടങ്ങിയവരുടെ ഓഫീസൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രദേശമാണ് ആ ഭാഗം. അവിടത്തേക്ക് നിരവധി പേര് പോകുന്ന ഒരു വരിയാണ് ഇന്ന് അടിച്ചുപൂട്ടത് മൂലം 5 നേരം പള്ളിയിലേക്കും മറ്റും അതേപോലെ തന്നെ സ്കൂളിൽ, മദ്രസയിൽ പോകുന്ന കുട്ടികൾക്കും രോഗികൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. നാട്ടുകാരുടെ ആവശ്യം ഇതിലെ കൂടിയിട്ട് വാഹനം പോകാനല്ല, ഒരു ആൾക്ക് നടന്നു പോകാനുള്ള ഒരു വഴി സംവിധാനം ഉണ്ടാക്കി തരണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ ഉദ്യോഗസ്ഥർക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്കും ആക്ഷൻ കമ്മിറ്റി നിവേദനം നൽകി. നടന്നു പോകാനുള്ള വഴി അനുവദിച്ചു നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കി തങ്കമണി സഹകരണ ആശുപത്രിയിലെ ആദ്യ ജനറൽ നഴ്സിംഗ് ബാച്ചിന്റെ ലൈറ്റ് ലാമ്പിംഗ് ചടങ്ങ് നടന്നു. ആശുപത്രി അങ്കണത്തിൽ നടന്ന പരിപാടികൾ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ ആശുപത്രി പ്രസിഡന്റ് KU ബിനു അധ്യക്ഷത വഹിച്ചു. ഇരുട്ടിനെ അകറ്റുകയും പ്രകാശിക്കുകയും അതോടൊപ്പം ഈ നാടിന് നിങ്ങളാൽ തുടങ്ങി വെക്കുന്ന എല്ലാ സംരംഭങ്ങൾക്കും അത് പ്രോജ്വലമായ ഉദ്യമമായി മാറാൻ നിങ്ങളുടെ ഭാവിയെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എറണാകുളം പൈങ്ങോട്ടൂർ ശ്രീനാരായണ കോളേജിൽ യൂണിയന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. കോളേജ് യൂണിയൻ ചെയർമാൻ ദേവദത്തൻ രാജീവ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി, വാർഡ് മെമ്പർ സാബു എന്നിവർ പങ്കെടുത്തു. കോട്ടയത്തെ നദീജല സംയോജന പദ്ധതിയുടെ ഭാഗമായി ഉൾനാടൻ ബോട്ടിംഗ് തുടങ്ങുന്നു. മീനച്ചിലാർ, മീനന്തറയാർ, കൊടിയൂർ പുനർസംയോജന പദ്ധതിയുടെ ഭാഗമായാണ് ടൂറിസത്തിന് വഴി തെളിയുന്നത്. സ്വകാര്യ സംരംഭകരുടെ സഹായത്തോടുകൂടിയാണ് പദ്ധതി. നദികളെ സംയോജിപ്പിച്ചുകൊണ്ട് സംരക്ഷിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. തരിശുപാടങ്ങളിൽ പലയിടത്തും കൃഷിയും ആരംഭിച്ചു. ഇതിന് പിന്നാലെയാണ് ടൂറിസത്തിന് വഴി തുറക്കുന്നത്. ബോട്ട് ഗതാഗതം സാധ്യമല്ലാത്തിവിടെ ഈ നാട്ടിലെ ക്ലബ്ബുകൾ, സ്ഥാപനങ്ങളോടൊക്കെ പണം വാങ്ങി ഓരോ ദിവസവും JCB പ്രവർത്തിപ്പിക്കാനുള്ള പ്രവർത്തനത്തിന് പണം ശേഖരിച്ച് ശശികുമാർ കൺവീനറായ ഒരു കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപ മുടക്കി പുഴ തിരിച്ചു കൊണ്ടുവന്നത്. അത് മാറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ അതെല്ലാം കെട്ടുപിടിച്ച് കിടന്ന് അതിനെ മാലിന്യം വന്ന് ഈ പുഴ ഇങ്ങനെ പുഴയാവില്ല.
പുഴ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റി വേണം. ആക്ടിവിറ്റി വേണമെങ്കിൽ ഇതുപോലെ ജലയാനങ്ങൾ കൊണ്ടുവരണം. ഈ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പദ്ധതിയെ കാണേണ്ടത്. കോടിമതയിൽ നിന്ന് തിരുവാർപ്പിലെ വെട്ടിക്കാട്ടിലും കുമരകത്തെ 10 പങ്കിലേക്കും ജലപാതകളിലൂടെ സന്ദർശകരെ എത്തിക്കും. ഈ 2 കേന്ദ്രങ്ങളിലും വാട്ടർ സ്പോർട്സിന്റെ കേന്ദ്രങ്ങൾ ആരംഭിക്കും. ഇന്ന് വൈകിട്ട് 5 മണിക്ക് കോടിമതയിൽ ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് 18 കോട്ടയം. സകലമാന കേരളം അവസാനിക്കുകയാണ്. നമസ്കാരം.